ആവശ്യമില്ലാത്ത പണിക്ക് നിന്നാലേ ഇതേമാതിരി കിട്ടണോടത്തുനിന്ന് കിട്ടുന്നത് മേടിച്ച് പോകേണ്ടി വരും. ഇപ്പോൾ ഒളിമ്പിക്സിൽ അർജൻറ്റീനയും ഫ്രാൻസും തമ്മിലുള്ള മത്സരത്തിൽ നടന്നിട്ടുള്ള കയ്യാങ്കളി നമ്മളെല്ലാവരും മാധ്യമങ്ങൾ കണ്ടതാണ്, അല്ലെങ്കിൽ ലൈവായിട്ട് കണ്ടതാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് താരങ്ങൾ ഇപ്പോൾ നിലവിൽ അർജൻറ്റീന ഫ്രാൻസ് ടീമുകളിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള പല പ്ലെയേഴ്സും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിന് എന്താ പറയുക, അവർ ചെയ്തത് മോശമായി, അല്ലാന്നുണ്ടെങ്കിൽ ലോക ചാമ്പ്യന്മാരെ അംഗീകരിച്ചില്ല, ഞങ്ങൾ ലോക ചാമ്പ്യന്മാരാണ്, അങ്ങനെ അതേമാതിരി ഫ്രാൻസിനെ ഞങ്ങളുടെ നാട്ടിൽ ക്ഷണിക്കുകയാണ്, ഞങ്ങളെങ്ങനെയാണ് ഇതാക്കാമെന്ന് കാണിച്ചു തരാം, ഞങ്ങൾ പല സംസാരങ്ങളും നമ്മൾ കണ്ട്. പക്ഷേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ ഈ ഒരു മത്സരം പോകാൻ കാരണമായത് ഒരുപക്ഷെ അവർണ്ണ വിവേചനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. ഈ വർഷത്തെ കോപ്പ അമേരിക്ക വിജയത്തിന് ശേഷം ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ നടത്തിയ വർണ്ണവിവേചന പാട്ട്, ഒരു ടീം ബസ് പോകുമ്പോഴാണ് തോന്നുന്നുണ്ടായി അദ്ദേഹം ഈ പാട്ട് വർണ്ണവിവേചനവുമായി ബന്ധപ്പെട്ടുള്ള ഈ പാട്ട് പാടിയത്. നിലവിലിപ്പോൾ ഫ്രഞ്ചിൻ്റെ ഈ ഒരു മത്സരം, ഈ ഒളിമ്പിക്സിലെ ഈ ഒരു ഫ്രാൻസ് അർജൻറ്റീന മത്സരം കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്ന ഒരു ഫ്രഞ്ച് താരം തന്നെ ഈ ഒരു സംസാരിച്ചു. അദ്ദേഹം ഞങ്ങളുടെ സീനിയർ ടീമിനെ എന്തിനാണ് കളിയാക്കിയത് അല്ലെങ്കിൽ വർണ്ണവിവേചനം ചെയ്തത് എന്നുള്ള കാര്യം. കാരണം ഇത് ലാറ്റിൻ അമേരിക്കൻ ടൂർണമെൻറ്റാണ്, കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രാൻസ് കളിക്കുന്നില്ല. എങ്കിൽ പോലും ഫ്രാൻസ് അവിടെ കളിക്കുന്നില്ല എങ്കിൽ പോലും എന്തിനാണ് ഫ്രാൻസിനെ അവിടെ എടുത്തിട്ടെങ്ങാണ്ട് കളിയാക്കിയത്, എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത്. ശരി തന്നെയാണേലും കോപ്പ അമേരിക്കയിൽ ഫ്രാൻസിനെ അവിടെ വേൾഡ് കപ്പിൽ തോൽപ്പിച്ചതാണ്. പിന്നെ എന്തിനാണ് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് കപ്പെടുത്തതിന് ശേഷം ഫ്രാൻസിനെ കളിയാക്കേണ്ട ആവശ്യം? ഫ്രാൻസിൻ്റെ പേരേ അവിടെ വരാൻ പാടില്ല. പിന്നെ എന്തിനാണ് ഫ്രാൻസിനെ അവിടെ കളിയാക്കേണ്ട ആവശ്യം? അല്ലാന്നുണ്ടെങ്കിൽ ലോകം എല്ലാവരും, ഫുട്ബോൾ ഫാൻസ് ആയിക്കോട്ടെ, ഫുട്ബോൾ കളിക്കാരായിക്കോട്ടെ, ലോകം മൊത്തം ഒരുമിച്ച് എതിർക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് എതിർത്ത് കൊണ്ടിരിക്കുന്ന ഈ ഒരു വർണ്ണവിവേചനം, പ്രത്യേകിച്ച് ഫുട്ബോളിൽ ഈ വർണ്ണവിവേചനം പല രീതിയിലും നടക്കുന്നുണ്ട്. നമ്മൾ ബലോട്ടലി, അതുപോലെ വിനീഷ്യസ് പോലുള്ള ഒരുപാട് താരങ്ങൾ അത് വർണ്ണവിവേചനത്തിന് ഇരയായി കഴിഞ്ഞു. ഇപ്പോഴും ഇംഗ്ലണ്ടിലൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇടയിലും എന്തിനാണ് ഫ്രാൻസ് കളിക്കാത്ത ടൂർണമെൻറ്റിൽ ഫ്രാൻസ് കളിക്കാത്ത ടൂർണമെൻറ്റിൽ അർജൻറ്റീന ചാമ്പ്യനായിട്ട് ഫ്രാൻസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വർണ്ണവിവേചനവുമായി ബന്ധപ്പെട്ട് പാട്ട് പാടിയത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതൊരു കറക്റ്റായിട്ടുള്ള ചോദ്യമാണ്. ഫ്രാൻസ് അവിടെ അല്ലല്ലോ, പിന്നെ എന്തിനാ ഫ്രാൻസിനവിടെ പറയേണ്ട ആവശ്യം? വേൾഡ് കപ്പാണെങ്കിൽ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സാണ്, അവിടെ മൊത്തം ഫ്രഞ്ച് ഫാൻസാണ്, ഫ്രഞ്ച് പ്ലേയേഴ്സാണ്. അപ്പോൾ അവിടെ ഫ്രാൻസ് താരങ്ങൾക്ക് അവരുടേതായിട്ടുള്ള നാട്ടിൽ കളി നടക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആധിപത്യം അവിടെ ഉണ്ടാവും, ഗ്രൗണ്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ. അപ്പോൾ അവർക്കൊന്നും കൂടി ആവേശം കൂടും എന്നുള്ളതൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. ഏതായാലും സത്യം പറഞ്ഞാൽ ഇത് ചോദിച്ച് വാങ്ങിയതാണ് അർജൻറ്റീന. നല്ല രീതിയിൽ അവർ കളിച്ചിട്ടുണ്ട് കേട്ടോ, കളി തോറ്റെങ്കിലും നല്ല രീതിയിൽ ഉഷാറാക്കിയിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ ലയണൽ മെസ്സിയെ പോലുള്ള ഡിമേരിയെ പോലുള്ള ഒരുപാട് നല്ല താരങ്ങളെ പറയിപ്പിക്കാൻ ഇതേമാതിരി ഓരോ താരങ്ങളുണ്ടാവുമ്പോൾ അത് ക്ഷമാപണമൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു പാട്ട് പാടിയതിന് ശേഷം ആ താരം തന്നെ, അർജൻറ്റീന താരം തന്നെ ക്ഷമാപണമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു പ്ലെയറെ തൊള്ളിന്ന് അങ്ങനെയുള്ള വിവേചന സംസാരവും പാട്ടൊക്കെ, കുഞ്ഞ് പാട്ടായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വരാൻ തന്നെ പാടില്ല ഒരു പ്ലെയറെ തൊള്ളിന്ന്, അല്ലേ? നമുക്ക് ആലോചിക്കാം. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മതവും കളറൊന്നും സ്ഥാനമല്ല, അവിടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, വിജയം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിം, അതിൻ്റെ ഇടയിൽ വേറെ സ്ഥാനമല്ല. അപ്പോൾ മെസ്സിൻ്റെ ടീമിലൊക്കെ അദ്ദേഹം ആണ് കളിക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് മെസ്സിനെ പോലും പറയിപ്പിക്കാൻ, ആ ഒരു ടീമിനെ മൊത്തത്തിൽ പറയിപ്പിക്കാൻ ഓരോരുത്തർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം അപ്പം തന്നെ ക്ഷമാപണം സോഷ്യൽ മീഡിയയിൽ വന്ന് നടത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ ചിന്തിക്കാനും പറയാനും പാടില്ല. എന്നൊരു നാഷണൽ ലെവലിലെ ഫുട്ബോൾ, ഒരു ക്വാളിറ്റിയിലെ ഫുട്ബോൾ, അല്ലെങ്കിൽ വലിയ വലിയ ക്ലബ്ബുകളിൽ കളിക്കുന്ന ഒരു താരം ഇതിൻ്റെ തൊള്ളിയിൽ നിന്ന് അങ്ങനെ വരാൻ ഒരിക്കലും പാടില്ല. അവർക്കറിയാലോ ഫുട്ബോളിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആൾറെഡി. നമ്മളെ കൂടെ കളിക്കുന്ന ഒരുപാട് സഹതാരങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ, ആ ഒരു പ്രശ്നത്തിൽ നമ്മളും ഉണ്ടെന്ന് സ്വയം ചിന്തിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളും അതിനൊരു കാരണക്കാരനായി ആകും എന്ന് ചിന്തല്ലാതെ അമ്മാതിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ നടന്ന സംഭവം ചോദിച്ച് വാങ്ങിയ മാതിരിയാണ്. ഏതായാലും നല്ലൊരു കളി മത്സരത്തിന് ശേഷം നടന്നിട്ടുണ്ട്. നമ്മളെ അർജൻറ്റീനൻ്റെ ക്യാപ്റ്റൻ ഒറ്റമേണ്ടിയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രാൻസിൻ്റെ കളിക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സീനിയേഴ്സിനെ എന്തിനാണ് അവർ അധിക്ഷേപിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്.
അത് സീനിയറായാലും ജൂനിയറാണെങ്കിലും ഒരു രാജ്യക്കാരാണെന്നുണ്ടെങ്കിൽ അത് പുള്ളി തന്നെ എന്തെങ്കിലും പറയുക ചെയ്യുക എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞപ്പോൾ വേൾഡ് കപ്പ് കാട്ടീനോ അല്ലെങ്കിൽ കോപ്പ അമേരിക്ക കാട്ടീനൊക്കെ പകരങ്ങൾ കിട്ടും. അത് രാജ്യം എന്ന് പറയുമ്പോൾ രാജ്യം തന്നെ ആയിരിക്കും. രാജ്യത്തെ താരങ്ങളൊക്കെ അങ്ങനെ ആയാലും ഒറ്റ കെട്ടന്നേക്കാരം ഓലെ കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊള്ളും. അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും മത്സരത്തിന് ശേഷം കയ്യാങ്കളി നടന്നിട്ടുണ്ട്. മത്സരത്തിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ വാക്കുപോരുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അർജൻറ്റീന അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചെങ്കിലും ഈ ഒരു പ്രശ്നം മാത്രം ബാക്കി വെച്ച് അവരവന് ചോദിച്ച് വാങ്ങിയൊരു പ്രശ്നം, അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചൊരു പ്രശ്നം അല്ലേ. നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അർജൻറ്റീന. പക്ഷേ ലയണൽ മെസ്സി ഉൾപ്പെടെ കോപ്പ അമേരിക്ക നേടിപ്പോയ ആ ഒരു വേദിയിൽ അവരെ പോലും പറയിപ്പിക്കാൻ അന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ താരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സംഭവം മൊത്തത്തിൽ പറയിപ്പിച്ചു അർജൻറ്റീന ഫാൻസിനെയും അതുപോലെ താരങ്ങളെയൊക്കെ. ഏതായാലും ഈ ഒരു പ്രശ്നം ഇതോടുകൂടി തീരുമെന്ന് വിചാരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഫുട്ബോളല്ലേ, വാക്കുപോരുകളും പ്രശ്നങ്ങളും കയ്യങ്കളിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതുപോലെ വർണ്ണവിവേചനം നടത്തണമല്ലൊന്നും ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അതിന് എത്ര ക്ഷമാപണം നടത്തിയാലും അതിനൊരു പകരാവാൻ പോണില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.